ഈശോയിൽ സ്നേഹമുള്ളവരെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലുള്ള ആഗോള പരിസ്ഥിതി ദിനം ഈ മാസം ജൂൺ 5 നാം ആഘോഷിക്കുകയാണ്. ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വർഷത്തോട് ചേർന്നാണ് നാം ആഘോഷിക്കുക. പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും സഹോദര എന്ന് വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഈ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വർഷത്തിൽ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ കരുതലുള്ളവരാകുവാൻ ഈ പരിസ്ഥിതി ദിനം നമ്മെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തൻ്റെ ചക്രീക ലേഖനമായ ലൗദാത്തോ സിയിൽ ഭൂമിയെ വിളിക്കുക നമ്മുടെ പൊതുഭവനം എന്നുള്ളതാണ്. ഈ പൊതുഭവനത്തിൽ സകല ചരാചരങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ഈ ഭൂമിയെ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെ പരിരക്ഷിക്കുവാനാണ്, സംരക്ഷിക്കുവാനാണ്. അതുകൊണ്ട് ഈ വർഷം നമുക്ക് കുറേ കൂടി ഉത്തരവാദിത്വപൂർണമായി ചെടികളെ പരിപാലിക്കുവാനും നമ്മുടെ പ്ലാസ്റ്റിക്കുകളുടെ അമിതമായ ഉപയോഗങ്ങൾ ഉപേക്ഷിക്കുവാനും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കുറേ കൂടി ജീവിക്കുവാനും നമ്മെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്കറിയാം, ആഗോള താപനത്തിൻ്റെ ഫലമായി പലപ്പോഴും കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ദുർഘടസന്ധിയെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് എന്താണ്? നാം ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഈ പൊതുഭവനത്തെ സംരക്ഷിക്കുവാനുള്ള തീരുമാനം വ്യക്തിപരമായും സംഘടനാ തലത്തിലും എടുത്ത് അത് പ്രയോഗത്തിലാക്കുക. അതിന് നമുക്ക് ഈ ആഗോള പരിസ്ഥിതി ദിനത്തിൽ പ്രതിജ്ഞാബദ്ധരാകാം എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഈ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു.